ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. സോ 9th CBSE പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു കൺസെപ്റ്റുകളൊക്കെ വളരെയധികം നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഡെപ്തിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഫുൾ മാർക്കിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. സോ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ദ സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിൽ പഠിച്ചെടുക്കാം. സോ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ, ടോണിസിറ്റി, അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. അതിന് മുന്നോടിയായി കുറച്ച് ടേംസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഓസ്മോസിസ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ആദ്യം ഒന്ന് പരിചയപ്പെടുകയാണ്. എന്താണ് ഓസ്മോസിസ്? ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ വാട്ടർ മോളിക്യൂളിൻ്റെ മൂവ്മെൻ്റ് ആണ്. ശ്രദ്ധിക്കുക, വാട്ടർ മോളിക്യൂളിൻ്റെ മൂവ്മെൻറ്റ് ഫ്രം ദ റീജിയൻ ഓഫ് ഹയർ കോൺസെൻട്രേഷൻ ടു റീജിയൻ ഓഫ് ലോവർ കോൺസെൻട്രേഷൻ അക്രോസ് എ സെമി പെർമിബിൾ മെംബ്രെയിൻ. അതൊരു സെമി പെർമിബിൾ മെംബ്രെയിൻ്റെ അക്രോസിൽ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ ലോവർ കോൺസെൻട്രേഷനിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓർമ്മിച്ച് നോക്കുക. വാട്ടർ മോളിക്യൂൾ എപ്പോഴും ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മാത്രമേ ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇനി മറ്റു രണ്ട് ടേംസ് കൂടി ഞാൻ പറയുകയാണ്. ഒന്ന് ഇൻട്രാ സെല്ലുലാർ മീഡിയം എന്ന് പറയുന്ന ഒരു ടേമാണ്. ഇൻട്രാ സെല്ലുലാർ മീഡിയം എന്ന് പറഞ്ഞാൽ ഇൻട്രാ എന്ന് പറഞ്ഞാൽ വിത്തിൻ എന്നാണ് അർത്ഥം. ഇൻട്രാ സെല്ലുലാർ മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൻ്റെ അകത്തുള്ള മീഡിയമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എക്സ്ട്രാ സെല്ലുലാർ മീഡിയം എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ പുറത്തുള്ള മീഡിയമാണ്. ഈ രണ്ട് ടേംസ് ഒന്ന് ഓർത്ത് വെക്കുക. ഇൻട്രാ സെല്ലുലാർ എന്ന് പറഞ്ഞാൽ സെല്ലിൻ്റെ അകത്തുള്ള മീഡിയം, ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ എന്ന് പറയുന്നത് സെല്ലിൻ്റെ പുറത്തുള്ള മീഡിയമാണ്. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. എന്താണ് സൊല്യൂട്ട്, എന്താണ് സോൾവെൻറ്റ്, എന്താണ് സൊല്യൂഷൻ? മക്കളെ, ഇതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ബീക്കറിൽ വെള്ളം എടുത്ത് ആ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് ഞാൻ കലക്കുകയാണ്. അപ്പോൾ ബീക്കറിൽ എടുത്തിരിക്കുന്ന വെള്ളം അത് സോൾവെൻ്റാണ്. ഞാൻ ആ വെള്ളത്തിലിട്ട പഞ്ചസാര അത് സൊല്യൂട്ടാണ്. അപ്പോൾ ഏത് സബ്സ്റ്റൻസാണ് വെള്ളത്തിൽ ലയിക്കുന്നത് അതാണ് സൊല്യൂട്ട്. അപ്പോൾ സൊല്യൂട്ടിനെ ലയിപ്പിക്കാനായി ഉപയോഗിക്കുന്ന വെള്ളമാണ്, ആ വെള്ളമാണ് സോൾവെൻറ്റ്. അങ്ങനെ സൊല്യൂട്ടും സോൾവെൻറ്റും കൂടി ചേർന്നാലാണ് സൊല്യൂഷൻ. അപ്പോൾ പഞ്ചസാര വെള്ളത്തിലിട്ട് പഞ്ചാര വെള്ളം അല്ലെങ്കിൽ പഞ്ചസാര വെള്ളം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പഞ്ചസാര സൊല്യൂട്ട്, വെള്ളം സോൾവെൻറ്റ്, പഞ്ചസാര വെള്ളം എന്ന് പറയുന്നത് സൊല്യൂഷനാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐസോടോണിക് സൊല്യൂഷനാണ്. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ ഒരു ഐസോടോണിക് സൊല്യൂഷനിൽ നമ്മളൊരു സെല്ല് പ്ലേസ് ചെയ്താൽ ഇൻട്രാ സെല്ലുലാർ മീഡിയത്തിലെ സൊല്യൂട്ട് കോൺസെൻട്രേഷനും എക്സ്ട്രാ സെല്ലുലാർ മീഡിയത്തിലെ സൊല്യൂട്ട് കോൺസെൻട്രേഷനും സെയിം ആയിരിക്കും. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിലെ സൊല്യൂട്ടുകളുടെ എണ്ണവും ആ സെല്ലിൻ്റെ പുറത്തുള്ള സൊല്യൂട്ടിൻ്റെ എണ്ണയും സെയിം ആകുമ്പോൾ അവിടെ വാട്ടറിൻ്റെ നെറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അവിടെ കാര്യമായ രീതിയിൽ വാട്ടർ മൂവ്മെൻറ്റ് സംഭവിക്കുമെങ്കിലും ഡിഫറൻസസ് നമുക്ക് അങ്ങനെ നോട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഹൈപ്പർ ടോണിക് സൊല്യൂഷനാണ്. ഹൈപ്പർ ടോണിക് സൊല്യൂഷനിലാണ് നിങ്ങൾ സെല്ല് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഹൈപ്പർ ടോണിക് സൊല്യൂഷനിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ധാരാളം കൂടുതലായിരിക്കും. അതായത് എക്സ്ട്രാ സെല്ലുലാർ മീഡിയത്തിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലും ഇൻട്രാ സെല്ലുലാർ മീഡിയത്തിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവായിരിക്കും. ഈ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ സോൾവെൻ്റ് അല്ലെങ്കിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ വാട്ടർ കോൺസെൻട്രേഷൻ കൂടുകയും ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്ന സാഹചര്യത്തിൽ സെല്ലിൻ്റെ അകത്ത് നിന്ന് വാട്ടർ ഓസ്മോസിസ് വഴി പുറത്തേക്ക് വരും. അതിനെ എക്സോസ്മോസിസ് എന്നാണ് നമ്മൾ പറയുക. സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് വാട്ടർ പുറത്തേക്ക് പോകുന്ന അവസ്ഥ. അപ്പോൾ ഒരു ഹൈപ്പർടോണിക് സൊല്യൂഷനിൽ സെല്ല് പ്ലേസ് ചെയ്താൽ ആ സെല്ല് ഷ്രിങ്ക് ആവും, അത് ചുരുങ്ങി പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് സൊല്യൂഷൻ ഹൈപ്പോടോണിക് സൊല്യൂഷനാണ്. ഹൈപ്പോടോണിക് സൊല്യൂഷൻ്റെ പ്രത്യേകത, നമ്മൾ ആ ഹൈപ്പോടോണിക് സൊല്യൂഷനിലാണ് സെല്ല് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ സെല്ലിൻ്റെ അകത്ത്, അതായത് ഇൻട്രാ സെല്ലുലാർ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ വെച്ചിരിക്കുന്നത് ഹൈപ്പോടോണിക് സൊല്യൂഷനാണെന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇൻട്രാ സെല്ലുലാർ സെല്ലിൻ്റെ അകത്ത് വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ അത് കുറവായിരിക്കും, സെല്ലിൻ്റെ പുറത്ത് സോൾവെൻറ്റ് വാട്ടർ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ പറയുകയാണെങ്കിൽ സെല്ലിൻ്റെ അകത്ത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലും സെല്ലിൻ്റെ പുറത്ത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറവും. അതായത് എക്സ്ട്രാ സെല്ലുലാറിൽ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവും അതുപോലെ തന്നെ ഇൻട്രാ സെല്ലുലാറിൽ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കൂടുതലുമായിരിക്കും. അപ്പോൾ പുറത്തു നിന്ന് വാട്ടർ എന്ത് ചെയ്യും? സെല്ലിൻ്റെ ഉള്ളിലേക്ക് റഷ് ചെയ്യും. അപ്പോൾ ഹൈപ്പോടോണിക് സൊല്യൂഷനിൽ ഒരു സെല്ലിട്ട് കഴിഞ്ഞാൽ സെല്ലിൻ്റെ അകത്തേക്ക് വാട്ടർ കയറും, എൻഡോസ്മോസിസ്. അങ്ങനെ സെല്ല് വീർത്ത് വരും, സ്വെല്ലനാവും. അപ്പോൾ ഈ 3 സൊല്യൂഷനും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കണം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഹൈപ്പർടോണിക് സൊല്യൂഷൻ, ഐസോടോണിക് സൊല്യൂഷൻ, ഹൈപ്പർടോണിക് സൊല്യൂഷൻ. നല്ല രീതിയിൽ പഠിക്കണം, കാരണം ഇത് പരീക്ഷയിൽ ചോദിക്കും. നമുക്ക് കൃത്യമായി എഴുതി അതിൽ ഫുൾ മാർക്ക് നേടേണ്ടത് അനിവാര്യമാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ. സ്റ്റേ സേഫ്.